പത്തനംതിട്ടയിലെ ആദ്യത്തെ ജിംനേഷ്യമാണ് ഹീമാൻ ജിംനേഷ്യം. സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ജിംനേഷ്യം. ഇതിൻ്റെ പ്രത്യേകത, രാവിലെ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി ഓടുകയും മറ്റ് വ്യായാമങ്ങളുമൊക്കെ ചെയ്ത ശേഷം ഈ ജിമ്മിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഈ ജിംനേഷ്യം നവീകരിച്ചു. ധാരാളം ആധുനിക ഉപകരണങ്ങളോടുകൂടി നവീകരിക്കപ്പെട്ടു. വളരെ മുന്തിയ ഉപകരണങ്ങളാണ്. പിന്നെ ഈ ജിമ്മിൻ്റെ പ്രത്യേകത, ധാരാളം സ്ഥലമുണ്ട്, സ്പേഷ്യസ് ആണ്. കേരളത്തിൽ തന്നെ ഇത്രയും വിസ്തൃതിയുള്ള ജിംനേഷ്യമില്ല. എയർ കണ്ടീഷൻഡാണ്. ധാരാളം ചെറുപ്പക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ജിമ്മിലെ മെമ്പേഴ്സാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ജിമ്മ്, ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ജിമ്മ്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കൂടാതെ നല്ല ട്രെയിനിങ്. ഞങ്ങൾ ഉമാജിയുടെ ഹീമാൻ ജിംനേഷ്യത്തിലാണ്. ഉമാജിയാണ് ജിം ഓണർ. ഉമാജി എത്ര വർഷമായി ഈ ഉമാജി നടത്തിക്കൊണ്ട് പോകുന്നു? ഈ ജിമ്മിന്റെ തുടക്കം എന്ന് പറയുന്നത് പത്തനംതിട്ട മാക്കാങ്കുന്ന് പള്ളിയുടെ ഇവിടെ തുടങ്ങിയ ജിമ്മാണ്. ജേക്കബ് അച്ചായൻ എന്ന് പറഞ്ഞ അച്ചായൻ തുടങ്ങിയതാണ് 1974. ഉമാജിയുടെ കയ്യിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ 82 മുതൽ ജിമ്മിൽ പോകുമായിരുന്നു. 89 ഈ ഹീമാൻ എൻ്റെ ഞാൻ 1995 മാർച്ച് മുതൽ ഈ ജിമ്മിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും സീനിയർ മെമ്പറാണ് സാറ്. എനിക്ക് പക്ഷേ ഇവര് അനുമോദനമൊന്നും തരുന്നില്ല. ഈ പ്രാവശ്യം ഓണം പരിപാടിക്ക് അനുമോദനമുണ്ട്. പൊന്നാട അണിയിപ്പിക്കും. ഈ ജിമ്മ ഇപ്പം നവീകരിച്ചിട്ട് ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. വളരെയേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നല്ല സുന്ദരമായി നല്ല ഉഗ്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള മെഷീൻസ് ആണ്. ലെഗിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് എടുത്തേക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ഉമാജിയുടെ ഭാര്യയാണ്. വലിയ ജിമ്മത്തിയൊന്നും അല്ല. രജനി, ഇങ്ങോട്ട് നോക്ക്. എത്ര കാലം കൊണ്ട് ജിമ്മി വരുന്നുണ്ട്? 3 വർഷം. അതിന്റെ ഗുണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളെ ചൊണക്കുട്ടൻ ജിം മാസ്റ്റർ ആണല്ലേ, ഇവിടുത്തെ ജിം ഇൻസ്ട്രക്ടർ. എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്? ഞാൻ മിസ്റ്റർ പത്തനംതിട്ട, മിസ്റ്റർ കേരള, മിസ്റ്റർ MG യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഇതെല്ലാം ഫിഫ്ത്ത് പൊസിഷൻ ഉണ്ട്. പിന്നെ മിസ്റ്റർ പത്തനംതിട്ട 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം സെക്കൻഡും പിന്നെ കാറ്റഗറി ഫസ്റ്റ് ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് പോയിട്ടുണ്ട്, അതിനും പൊസിഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ പോയിട്ടില്ല, ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്, ഉടനെ ഉണ്ടാവും. ഇവിടുത്തെ ഈ മെഷീൻസിനെ പറ്റിയൊക്കെ ഒന്ന് അവലോകനം ഒന്ന് പറയാമോ? നമ്മുടെ മിഷൻ ഇപ്പോൾ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ ജിമ്മിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഈ ഫംഗ്ഷണൽ ട്രെയിനൊക്കെ നോക്കിയാൽ തന്നെ എല്ലായിടത്തും ഉള്ളതുപോലല്ല. നമുക്ക് കറക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെങ്തിലാണ് വരുന്നത്. അതായത് സാധാ ഒരു കേബിൾ സ്റ്റേഷൻ പോലല്ല നമ്മുടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെസ്സിന് വേണ്ടി കറക്റ്റ് മെഷർമെന്റ് വരുന്ന രീതിയിലുള്ള മെഷീൻസ് ആണ് ഇത്. അപ്പോൾ നമുക്ക് നോർമലി ഒരെണ്ണമുണ്ട്, ഇതിനായിട്ട് സെപ്പറേറ്റ് വേറെ ഒരെണ്ണമുണ്ട്. പിന്നെ നോക്കി തന്നെ കാണാം, നമ്മുടെ ബെഞ്ചുകളും എല്ലാം നോക്കിയാൽ ചുമ്മാ വെറും സാധാരണ നല്ല ലോഡ് താങ്ങുന്ന രീതിയിലുള്ളതാണ്. ഇപ്പം എത്ര ലോഡ് കൊടുത്താലും ഈ ലോക്കൊന്നും പോകത്തില്ല. മറ്റേ ക്ലിപ്പല്ല, ലോക്ക് താങ്ങിക്കില്ല. അതെല്ലാം പിന്നെ വെയിറ്റ്സ് ആയാലും ഡംബൽസ് ആയാലും പിന്നെ 50 കിലോ വെക്കാൻ സ്ഥലമില്ല. ഡംബല് അതുപോലെ ഡംബല വലിയ ഡംബൽസാ. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ? നമുക്കൊരു 10 അഡ്മിഷൻ നോക്കുവാണെങ്കിൽ 400 മേലെ ഉണ്ട്. റെഗുലറായിട്ട് ഒരു 200-250 പേരോളം നമുക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും സീനിയർ മെമ്പർ ആരാന്ന് പറയാം? സീനിയർ മെമ്പർ അങ്കിളായിട്ട് വരും. ഞാനാണ് സീനിയർ മെമ്പർ.
ഇത് എന്തിനുള്ള മെഷീനാ? ഇതൊരു അഡ്ജസ്റ്റബിൾ ബെഞ്ചാണ്, സ്മിത്ത് പോലെ വരുന്നത്. സ്മിത്ത് പോലെ വരുന്ന അഡ്ജസ്റ്റബിൾ ബെഞ്ചാ, ഫങ്ഷണൽ ട്രെയിനറാ. നമുക്ക് ഇതിൽ ചെസ്റ്റ് ചെയ്യാം, ഷോൾഡർ ചെയ്യാം, പിന്നെ ചെസ്റ്റും എല്ലാ വർക്കൗട്ടും നമുക്ക് നമ്മുടെ മെയിൻ കാര്യം വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് എൻ്റെ ഹൈറ്റിന് ഇത് എൻ്റെ കൈയുടെ ഹൈറ്റിനും എൻ്റെ ബോഡിയുടെ ഹൈറ്റിനനുസരിച്ച് ഇത് മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം സാധാരണ ഒരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് ഇത്രയും മുന്നോട്ട് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറമോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ രീതിയിൽ മെക്കാനിസം മാറ്റി ചെയ്യാം. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ചെസ്റ്റ്, ഇൻക്ലൈൻ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ്, ഷോൾഡർ 90 ഡിഗ്രി ഷോൾഡർ. പിന്നെ വെയിറ്റ് ആണെങ്കിലും ഹെവി ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ലാതെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഹെവി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പുതിയ മെഷീനാ. പിന്നെ ഇത് നമുക്ക് പണ്ട് പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് സ്കോട്ട് ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റ് ലോഡ് ചെയ്ത് ഡമ്പലൊക്കെ പിടിച്ച് ബാലൻസ് കളഞ്ഞ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെയിറ്റ് ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഇൻക്ലൈൻ ചെസ്റ്റിന്റെ. പിന്നെ ഇത് വെറും ചുമ്മാ മെഷീൻ അല്ല, ഇതിനകത്ത് ഇതിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ മെക്കാനിസം ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് താഴെ നിന്ന് ഇപ്പോൾ ഷോൾഡർ ഇഞ്ചുറി ഉള്ള ഒരാളാണ്, അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ കിടന്ന് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊക്കി വെക്കുക, ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പൊക്കാനും താക്കാനും പറ്റും. എത്ര വരെ പൊക്കാം? ഒന്ന് പിടിക്കാവോ? പിടിച്ച് അത്ര നമുക്ക് കൈ അങ്ങ് താഴെ വരെ പോകേണ്ട കാര്യം വരുന്നില്ല. ഇതെന്താണ്? ഇത് ബാക്കിനുള്ള വർക്കൗട്ടാ, ചെസ്റ്റ് സപ്പോർട്ട് ടി ബാറോ എന്ന് പറയും. ഇതും നമുക്ക് അതുപോലെ തന്നെ ബാക്കിനുള്ളതാ ടി ബാറോ. നമുക്ക് നമ്മൾ ഡമ്പൽ ഇത് വിങ്സിന് ഇത് നമുക്ക് അതുപോലെ തന്നെ വൈഡ് ഗ്രിപ്പ് ആക്കാം, ക്രോസ് ഗ്രിപ്പ് ആക്കാം, പിന്നെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് മെഷീൻസ് എല്ലാം. പിന്നെ ഇത് ലാറ്റ് പുൾ ഡൗൺ വിത്ത് സീറ്റഡ് റോ രണ്ടും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. 100 കിലോ വെയിറ്റ് വരെ ഉണ്ട്. ഇതൊരു ഷോൾഡർ പ്രസ്സാ. ഇത് മുമ്പ് കാണിച്ച അതേ മെക്കാനിസം വരുന്നതാ. നമുക്ക് രണ്ട് ഗ്രിപ്പ് ഉണ്ട്, ക്ലോസ് ഗ്രിപ്പ്, ന്യൂട്രൽ ഗ്രിപ്പും വരുന്നുണ്ട്. വൈഡും ചെയ്യാൻ പറ്റും, ക്ലോസ് ഗ്രിപ്പും ചെയ്യാൻ പറ്റും. പിന്നെ പെഗ്ഡൊക്കെ റിയർ ഡെൽറ്റ് അടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇത് നല്ല ഹെവി ലോഡ് വരുന്നത്, 100 കിലോ ലോഡ് വരുന്നുണ്ട്. ബാക്ക് ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്ന ഷോൾഡറിന് ചെയ്യാൻ പറ്റും, റിയർ ഡെൽറ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഇതേ മെഷീനിൽ തന്നെ ചെസ്റ്റും ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മുടെ പഴയ മെഷീനാണ്. പഴയതെല്ലാം നമ്മൾ കളഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാം റിപ്പയർ ചെയ്ത് നല്ല കണ്ടീഷനൊക്കെ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഷോൾഡറിന് ഡംബൽ സൈഡ് റേസിന് പകരം മെഷീനിൽ ലെഗിന്റെ ആയാലും ലെഗ് എക്സ്റ്റൻഷനും ലെഗ് കേളും ഒരുമിച്ച് വരുന്ന മെഷീനാ. എല്ലാ മെഷീൻസും പ്രത്യേകം വെച്ചാൽ എല്ലാ മെഷീൻസും നല്ല ഹെവി ലോഡഡാ. അത്യാവശ്യം വെയിറ്റ് ഇട്ട് ചെയ്യുന്നവർക്കും ലൈറ്റ് വെയിറ്റിലും ചെയ്യാൻ പറ്റും. എല്ലാം നല്ല പ്രിസൈസ്ഡാ. ഇഞ്ചുറി ഉണ്ടാവുന്നൊന്നും പേടിക്കണ്ട. പിന്നെ നമ്മൾ അഡീഷണൽ വരുന്നതാ, കാർഡിയോയ്ക്ക് നമ്മൾ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോയിങ് എന്ന് പറയും. എല്ലായിടത്തും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ജിമ്മിൽ റോയിങ്ങും ഉണ്ട്, സ്കീയിങ്ങും ഉണ്ട്, പിന്നെ 2 ട്രെഡ്മില്ലും ഉണ്ട്. ട്രെഡ്മിൽ ഹെവി ഡ്യൂട്ടി ട്രെഡ്മില്ല. അസിസ്റ്റഡ് ചിന്നപ്പ് എന്ന് പറയും. അതായത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പുള്ളപ്പ് അടിക്കാനുള്ള അസിസ്റ്റഡ് ചിന്നപ്പ്, അസിസ്റ്റഡ് പുള്ളപ്പ് എന്ന് പറയും. സ്വന്തമായിട്ട് ഇപ്പൊ പുള്ളപ്പ് അടിക്കാനുള്ള ആദ്യമായിട്ട് ഒരാൾക്ക് സ്വന്തമായിട്ട് പുള്ളപ്പ് അടിക്കാൻ പറ്റാത്ത നമുക്ക് വെയിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ഇപ്പൊ എനിക്കിപ്പോ 80 കിലോ ഉണ്ടെന്ന് വെച്ചോ. എനിക്ക് ആദ്യമായിട്ട് പുള്ളപ്പ് അടിക്കാൻ എനിക്ക് എന്റെ 80 കിലോ സ്വന്തമായിട്ട് പൊക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതൊരു 40 കിലോ ഇതിലോട്ട് ഇടുക. 40 കിലോ വെയിറ്റ് നമ്മുടെ കൈ വരുന്നുള്ളൂ. 40 കിലോ വെയിറ്റ് എന്റെ കൈ വരുന്നുള്ളൂ. എനിക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ആക്കി വെയിറ്റ് കൂട്ടാൻ പറ്റും. ഓക്കെ, 40 കിലോ നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ. 40 കിലോ വരുന്നുള്ളൂ.
അങ്ങനെ ചെറുകെ ചെയ്ത് നല്ല പവർ ആക്കുക. പവർ ആക്കാം. അന്നേരം ഈ ഹാൻഡിൽ അത് നമുക്ക് ഡിപ്സ് ചെയ്യാനും പറ്റും. ഡിപ്സും ഡിപ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല, അല്ല ഈ താഴത്തെ ഹാൻഡിൽ കൈക്ക് പവർ കിട്ടാൻ നിന്നുകൊണ്ട് തന്നെ പുഷ് ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് ആപ്സ് ചെയ്യാം. ഇതിൽ കുറെ പുള്ളപ്പ് ചെയ്യാൻ ബാറുണ്ട്. പിന്നെ ആപ്സ് ചെയ്യാം. എലിപ്റ്റിക്കൽ ആയാലും അത് ഒരേ സമയം 4 പേർക്ക് 5 പേർക്കൊക്കെ ചെയ്യാൻ പാകത്തിനുള്ളതുണ്ട്. എങ്ങനെയുണ്ട് ജിമ്മിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല ജിമ്മ്. എവിടെ വീട്? എന്റെ വീട് ബംഗാൾ. മലയാളം പറയും. അറിയാം, കുറച്ച് അറിയാം. ആറോ ഹോട്ടലിൽ താമസം, അവിടെ ജോലി എടുക്കും. ഞാൻ 4 മാസമായി. 4 മാസമായി ജിമ്മ് ജോയിൻ. നല്ല AC ഉണ്ട്, മെസ്സിനെല്ലാം പുതിയ നല്ല കറക്റ്റാ. എത്ര കാലം കൊണ്ട് ജിമ്മി വരുന്നുണ്ട്? ഞാൻ 2-3 മാസമായി. പേരെന്താ? എന്റെ പേര് മുഹമ്മദ് ബിലാൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1 എവിടെ? അത്തമ സ്കൂളിലാണ് പഠിക്കുന്നത്. ജിമ്മി വന്നിട്ട് എന്തൊക്കെയുണ്ട്? ജിമ്മി വന്നിട്ട് വളരെ നല്ല അനുഭവങ്ങളാണ്. ഇവിടുത്തെ മസിലൊക്കെ ആയോ? ചെറുതായിട്ട് വളരെ നല്ല അനുഭവമാണ്. വളരെ നല്ല ജിമ്മാണ്. ട്രെയിനർ കാര്യങ്ങള്, പിന്നെ പ്രത്യേകിച്ച് അങ്കിള് വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നല്ല പ്രായമായിട്ടില്ല. അങ്ങളൊന്നും വിളിക്കാറായിട്ടില്ല. പക്ഷെ അത് തങ്ങളുടെ പ്രൈം വർക്കൗട്ട് തിരിച്ചു കൊണ്ടുവന്ന പിന്നെ നമുക്ക് ഞങ്ങളുടെ പ്രൈം തിരിച്ചു കൊണ്ടുവരാം അല്ലേ? അതെ. താങ്ക് യു. ഇത് ചെസ്റ്റ് ഫ്ലൈ അടിക്കാനുള്ള മെഷീനാണ്. നമ്മൾ ഡമ്പലിന് പകരം ഇംഗ്ലണ്ടിൽ ചെസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റും. ബൈസൺ പ്രീച്ചർക്കുകൾ എന്ന് പറയും. പ്രീച്ചറിന് തന്നെ 2 മെഷീൻ ഉണ്ട്. ഇത് പ്ലേറ്റ്, ഇത് പിൻ ലോഡും അവിടെ പ്ലേറ്റ് ലോഡും ഉണ്ട്. രണ്ടും ഉണ്ട്. പിന്നെ ഇത് കൂടെ പറഞ്ഞോട്ടെ. അത് അഡക്ടർ എന്ന് പറയും. അബ്ഡക്ടർ ലെഗിനുള്ള വർക്കൗട്ടാ. ചെയ്യാൻ പറ്റും. പുറത്തോട്ടും അകത്തോട്ടും ചെയ്യാൻ പറ്റും. രണ്ടും ഉണ്ട്. വൈഡ് ഇട്ടിട്ട് അകത്തോട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൾട്ടി ബെഞ്ചാണ് വരുന്നത്. ഇതിലും ഫ്ലാറ്റും ഇംഗ്ലൈനും ലോവറും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ബാറൊന്നും ചെയ്ത് ബാലൻസ് ഇല്ലാത്ത ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ബാറൊന്നും കൈ കൊടുത്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഇത് ചെയ്ത് തുടങ്ങാം. ഇത് നമ്മുടെ പഴയൊരു മെഷീനാ. പക്ഷെ കണ്ടാ പഴയെന്ന് തോന്നുന്നില്ലെന്നേ ഉള്ളൂ. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചോ. ട്രൈസെപ്സിന് നല്ലൊരു മെഷീനാ.